കാന്തല്ലൂർ ജനവാസ മേഖലയിലെ അക്രമകാരിയായ കാട്ടാനയുടെ ദൃശ്യങ്ങൾ നമുക്ക് 24 ഇപ്പോൾ ലഭിച്ചു. കഴിഞ്ഞ ദിവസം 3 പേരെ ആക്രമിച്ച മോഴയാനയാണ് ജനവാസ മേഖലയിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആനകളെ തുരത്താനുള്ള വനംവകുപ്പിൻ്റെ പ്രത്യേക ദൗത്യം നടക്കുന്നുണ്ട്. ഒരു വഴി കൂടെ ഞങ്ങളുടെ റിപ്പോർട്ടർ രാഹുൽ വിജയൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ 3 മാസമായി കാന്തല്ലൂരിലെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ വലിയ ഭീതി പരത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 പേർക്ക് കാട്ടാന ആക്രമണത്തിൽ കാന്തല്ലൂരിൽ മാത്രം പരിക്കേൽക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂർ കാന്തല്ലൂരിലാണ്. എനിക്ക് പിന്നിൽ ദേ കാണാം, ഇതാണ് ഇവിടെ അക്രമം ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആന എന്ന് പറയുന്നത്. ഈ ആന കഴിഞ്ഞ ദിവസം 3 പേരെ ആക്രമിച്ച ആനയാണ്. ഈ ആനയെ തുരത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൌത്യം ഇന്ന് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതിനുവേണ്ടി DFO സുഹൈബിന്റെ നേതൃത്വത്തിലുള്ള 80 അംഗ സംഘമാണ് ഇന്ന് പ്രത്യേക ദൌത്യത്തിന് വേണ്ടി തിരിയുന്നത്. അതായത് ഈ മേഖലയിലുള്ള 5 പ്രശ്നക്കാരായ ആനയുണ്ട്. ആ ആനകളെ ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ദൌത്യമാണ് ഇന്ന് നടക്കുന്നത്. 80 പേരുടെ ടീം 5 ടീമുകളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിൽ ഈ 5 ആനകളെയും തുരത്താൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ആനയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ അക്രമകാരിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന ആന എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നാട്ടുകാരും പറയുന്നുണ്ട്, ഈ ചേട്ടന്മാരുൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഈ ആനയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം. ചെറിയ കൊമ്പുള്ള ഒരു ആനയാണത്. പിന്നെ കുറെ ആനകളുണ്ട് കാട്ടിനകത്ത്. ഇതിന് നമുക്ക് രാത്രി കാലങ്ങളിൽ കാണാം. ഇപ്പൊ പകല് തന്നെ ഇറങ്ങി നടക്കുന്നുണ്ടോ? രാത്രി കാലങ്ങളിൽ നമ്മളൊന്നും ഒട്ടും കാണത്തുമില്ല. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ആന വലിയ പ്രശ്നക്കാരായ ആനകളാണ്. നാട്ടുകാരാണ് പലപ്പോഴും തുരുത്തുന്നത്. നമ്മൾ ഇത്രയും നേരവും ഇവിടെ നിന്നിട്ട് വനംവകുപ്പിന്റെ ആരെയും ഈ പ്രദേശത്ത് കണ്ടില്ല. അവർ ദൌത്യത്തിന്റെ തിരക്കിൽ വല്ലതും ആയിരിക്കാം ഒരുപക്ഷെ. എന്തായാലും ആനകളെ ഇവിടെ കണ്ടില്ല എന്നുള്ളത്, ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടില്ല എന്നുള്ളതൊരു വസ്തുത നിറഞ്ഞ കാര്യമാണ്. എന്തായാലും അവർ ഇന്ന് ഈ ദൌത്യത്തിലൂടെ ഈ ആനകളെ തുരത്തിയേക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആനകളുടെ ഭീതി ഇവിടെ ഒഴിയേണ്ടതാണ്. അതിന് വനംവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തേണ്ടതാണ്. ഇന്നലെ വരെ ഇവിടെ നമ്മുടെ രാപ്പകൽ സമരം നടന്നിരുന്നു. ഈ ആനകളെ തുരത്തുമെന്ന് ഉറപ്പ് ലഭിച്ചതിന് പിന്നാലെയാണ് രാപ്പകൽ സമരം ഉൾപ്പെടെ അവസാനിപ്പിച്ചത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയുകയാണ്. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. താങ്ക് യു രാഹുൽ വിജയൻ.